ഒരു ആഴമുള്ള ശാന്തമായ കാട്ടിൽ ഒരു ഉയർന്ന പഴയ വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ മുകളിലെ കൊമ്പിൽ ഒരു ബുദ്ധിമാനായ മുണ്ടുച്ചി മൂങ്ങ താമസിച്ചു, ശാന്തവും ജാഗ്രതയുമായിട്ട്. സൂര്യൻ മറഞ്ഞു, നക്ഷത്രങ്ങൾ തെളിഞ്ഞപ്പോൾ മൂങ്ങ തന്റെ പൊന്നിറമുള്ള കണ്ണുകൾ തുറന്നു. മുഴുവൻ കാടും ഉറങ്ങിക്കിടന്നിരുന്നു. പക്ഷേ ആന്ത് ഉണർന്നിരുന്നു. ഇത് അതിന്റെ ലോകം കാണാനുള്ള സമയമായിരുന്നു. ഓരോ രാത്രിയും അത് എല്ലാം ശ്രദ്ധിച്ചു നോക്കും. ഒരു കുഞ്ഞു മുയൽ തന്റെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നു. ഒരു അണ്ണാൻ നാളേക്കുള്ള ഭക്ഷണം ഒളിപ്പിക്കുന്നു. ഒരു കുറുക്കൻ കർഷകന്റെ വേലിന് സമീപം നിശബ്ദമായി നടക്കുന്നു. ചന്ദ്രന്റെ പ്രകാശത്തിൽ ചെറു കീടങ്ങൾ മൃദുവായി പാടുന്നത് കേൾക്കാം. മൂങ്ങ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അത് നോക്കിയില്ല, കേട്ടു, പഠിച്ചു. ഓരോ രാത്രിയും അത് ദയും കളിയുമൊക്കെയും കണ്ടു. പക്ഷേ അത് എപ്പോഴും ശാന്തമായിരുന്നു. ഓരോ ദിവസവും അല്പം കൂടുതൽ ബുദ്ധിമാനായി. ഒരു രാത്രി കാട് മുഴുവൻ ശബ്ദത്തോടെ നിറഞ്ഞു. എല്ലാ മൃഗങ്ങളും വാദിച്ചു. ഞാനാണ് ഏറ്റവും ബുദ്ധിമാൻ, കുറുക്കൻ പറഞ്ഞു. ഇല്ല, ഞാനാണ് ഏറ്റവും ദയുള്ളത്, മുയൽ പറഞ്ഞു. അപ്പോഴാണ് ആ ഉയർന്ന വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഒരു മൃദുവായ ആഴത്തിലുള്ള ശബ്ദം കേട്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആന്ത് പറഞ്ഞു, ഞാൻ എത്ര അധികം കാണുന്നുവോ അത്ര കുറച്ച് സംസാരിക്കുന്നു. ഞാൻ എത്ര കുറച്ച് സംസാരിക്കുമ്പോൾ അത്ര കൂടുതൽ കേൾക്കുന്നു. ഞാൻ എത്ര കൂടുതൽ കേൾക്കുമ്പോൾ അത്ര കൂടുതൽ ബുദ്ധിമാനാകുന്നു. കാട് മുഴുവൻ ശാന്തമായി. ചന്ദ്രന്റെ വെളിച്ചം ഓരോ മുഖത്തും മൃദുവായി തിളങ്ങി. ആ രാത്രി മുതൽ മൃഗങ്ങൾ മൃദുവായി സംസാരിച്ചു, കൂടുതൽ കേട്ടു. അങ്ങനെ ആ ബുദ്ധിമാനായ ആന്തിനെ പോലെ ആകാൻ ശ്രമിച്ചു. യഥാർത്ഥ ജ്ഞാനം സംസാരിക്കുന്നതിൽ അല്ല, കേൾക്കുന്നതിലാണ്.